ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് മാത്രം അറിയാം. അതായത് സാരി ബ്ലൗസ് കട്ട് ചെയ്യാനോ ഒന്നും അറിയത്തില്ല, സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഏതൊരാൾക്കും ഒരു സാരി ബ്ലൗസിൻ്റെ അളവിൽ, അത് ഏത് അളവിലുള്ള സാരി ബ്ലൗസ് ആവട്ടെ, അപ്പോൾ ആ ഒരു സാരി ബ്ലൗസിൻ്റെ അളവിൽ, നമ്മളുടെ കയ്യിലുള്ള സാരി ബ്ലൗസിൻ്റെ അളവിൽ വേറൊരു സാരി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത്. സ്റ്റിച്ചിങ് വീഡിയോ ഇത് കഴിഞ്ഞ് നമുക്കിടാവേ. അപ്പോൾ അങ്ങനെയാണ്. ഇതിന് യാതൊരു തരത്തിലുള്ള ഫോർമുലയോ കാൽക്കുലേഷനോ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു ഓൾഡ് സാരി ബ്ലൗസിൽ നിന്ന് സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ അളവുകളെല്ലാം പറയുന്നത്. അപ്പം നമ്മളിത് ലൈനിങ് വെച്ചുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മളിപ്പോൾ ഒരു നോർമൽ സാരി ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു ലൈനിങ് 1 മീറ്ററും മെയിൻ ക്ലോത്ത് 1 മീറ്ററുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തിലാണ് ആദ്യമേ കട്ട് ചെയ്യുന്നത്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലിട്ട് ലൈനിങ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഈ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ എപ്പോഴും ലെങ്ത് എടുക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നല്ല വശത്തിലൂടെയാണ് ആ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് നന്നായിട്ട് വലിച്ച് നമുക്ക് എത്രയാണെന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് ആ അളവാണെങ്കിൽ ആ അളവ് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 1 2 അളവ് കൂട്ടണമെങ്കിൽ അതുകൂടെ കൂട്ടിയാണ് ഇവിടെ ആഡ് ചെയ്ത് ഇതുപോലെ നമ്മൾ ലെങ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ഇഞ്ച് കൂടെ ഇത് ആദ്യമായിട്ടുള്ളവരാണ് 1.5 ഇഞ്ച് കൂടെ വേണമെങ്കിലും ഇതുപോലെ സീം അലവൻസ് കൊടുക്കാവേ. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊന്നും പോകരുത്. ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതെ നെക്ക് നന്നായിട്ട് വെച്ച് ഈ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് ഇവിടെ ഈ സ്റ്റിച്ചിങ് പോയിന്റ് വരെ നമുക്ക് എത്രയാണെന്ന് നോക്കുക. അത് എത്രയായിക്കോട്ടെ അളവ്, നമ്മളുടെ കയ്യിലുള്ള സാരി ബ്ലൗസിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ സീം അലവൻസ് കൂട്ടിയിട്ടില്ലേ, ഒരു സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് അടുത്ത സ്റ്റിച്ചിങ് പോയിന്റ് വരെയുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ നമ്മൾ സീം അലവൻസ് കൊടുക്കുകയാണ്. 1/2 ഇഞ്ച് സീം അലവൻസ് മതി അവിടെ. ഇതുപോലെ നമ്മളിങ്ങനെ എടുത്തു. ഇനി നമുക്ക് എപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ഷോൾഡറിനും കൊടുക്കേണ്ടത്. കറക്റ്റ് ഷോൾഡറിന് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക, കറക്റ്റ് ആ അളവ്. അതിനുശേഷം എത്രയാണോ നമ്മൾ ഷോൾഡറിന് കിട്ടുന്നത് അത് തന്നെയാണ് നമ്മൾ ആം ഹോളിനും കൊടുക്കേണ്ടത്, കൈക്കുഴിക്ക്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം എത്രയാണെന്നോ ആ ഒരു അളവിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഡൗൺവേർഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏത് അളവുകാരാണെങ്കിലും അവനവൻ്റെ കയ്യിൽ കിട്ടുന്ന അളവ് എത്രയാണോ ആ നമ്മളുടെ ഷോൾഡറിന് കിട്ടിയ ആ അളവാണ് നമ്മളുടെ ആം ഹോളിനും കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വിട്ട് നോക്കുകയാണ്. ബാക്ക് പീസ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വലിച്ച് നമുക്ക് എത്രയാണെന്ന് ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ എന്നിട്ട് അതിൻ്റെ പകുതിയാണ്, അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഫ്രണ്ട് പോർഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഈ ഹുക്ക് വെച്ചതാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഈ സ്റ്റിച്ചിങ് പോയിന്റ് തൊട്ട് ഈ ഹുക്ക് വെച്ച ഈ പോയിന്റ് വരെ എത്രയാണെന്ന് നന്നായിട്ട് നമ്മൾ വലിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് പീസ് ആണെങ്കിൽ കിട്ടുന്നതിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ കിട്ടുന്നത് മാത്രം അങ്ങ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുക്കാവേ. ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു 2 ഇഞ്ച് കൊടുത്തു, അല്ലാത്തൊരു 1.5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതിയേ. സാരി ബ്ലൗസിൽ നിന്നായതുകൊണ്ട് തന്നെ ഒരല്പം പോലും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട. സീം അലവൻസ് മാത്രമേ നമ്മൾ കൂടുതൽ ഇടുന്നുള്ളൂ. ഈ പോർഷൻ ആണെങ്കിൽ ഇത് കണ്ടോ, നമ്മളുടെ ഈ ഹുക്ക് ഹോള് വെക്കാനുള്ള ആ പാർട്ട് കഴിഞ്ഞുള്ളതാണ് എടുക്കേണ്ടത്. ഇവിടെ തൊട്ടാണെങ്കിൽ ഈ എൻഡ് വരെ എടുക്കണം. ഇനി ബാക്ക് പീസ് ആണെങ്കിൽ ഈ സ്റ്റിച്ചിങ് പോയിന്റ് മുതൽ ഇപ്പോഴത്തെ സ്റ്റിച്ചിങ് പോയിന്റ് വരെയാണ് എടുക്കുന്നത്. സീം അലവൻസ് നമ്മൾ വേറെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബാക്ക് പോർഷനാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിലും എടുക്കാവേ. ഈ സ്റ്റിച്ചിങ് പാഡ് തൊട്ട് അടുത്ത സ്റ്റിച്ചിങ് പാഡ് വരെ വേണമെങ്കിലും ബാക്ക് പോർഷൻ എടുക്കാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ ഹുക്ക് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഈ സ്റ്റിച്ചിങ് തൊട്ട് ഈ ഹുക്കിൻ്റെ എഡ്ജ് വരെ വേണമെങ്കിലും എടുക്കാം. ഈ ഒക്കെ രീതിയിൽ നമുക്ക് അകത്തുനിന്നോ പുറത്തുനിന്നോ ഒക്കെ ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിഡ്ത്ത് എടുക്കുന്നത്. ഇനിയിപ്പം നമ്മളുടെ വിഡ്ത്ത് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ നമ്മൾ ഒരു 1.5 ഇഞ്ചാണ് ഇതുപോലെ കൊടുക്കുന്നത്. അതിനുശേഷം മാർക്ക് ചെയ്താൽ മതിയേ.
ഇതിപ്പം നമ്മൾ ബാക്ക് പീസാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു 1.5 ഇഞ്ച് ആ കർവ് കൊടുത്താൽ മതിയേ. അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുന്നു. എന്നിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഡൗൺവേർഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആം ഹോൾ കർവ് കിട്ടുമേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആം ഹോൾ എടുത്ത് ക്ലിയർ ആക്കി കൊടുക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് കിട്ടിയ 10 ഇഞ്ച്. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്തെ ഒന്നും നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് നോക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചെടുത്താൽ മതിയേ. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇവിടെയും നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കുന്നത്. അത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്കിൻ്റെ ഡെപ്താണ് അളക്കുന്നത്. അത് നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിന്റ് തൊട്ട് എത്രയാണെന്ന് നമ്മൾ ഇങ്ങനെ കറക്റ്റ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മുകളിലത്തെ ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന അത് കൂട്ടിയിട്ടില്ല. സ്റ്റിച്ചിങ്ങിൻ്റെ ആ സീം അലവൻസ് വിടാതെ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഷോൾഡർ എത്രയാണ് ഈ വിട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള ബ്ലൗസിൻ്റെ ഷോൾഡർ വിട്ട് എത്രയാണെന്ന് സീം അലവൻസ് ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്കിന് എത്രയാണെന്ന് അളന്ന് നോക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഇവിടെ സീം അലവൻസിനൂടെ നമ്മൾ മാറ്റി ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക. ഇവിടെ എത്രയാണോ കിട്ടിയത് അത് തന്നെ നമ്മളുടെ ഇവിടെയും വരണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ കറക്റ്റ് കൊടുക്കുക. നമുക്ക് ഏതാണോ നെക്കിന് ഷേപ്പ് വേണ്ട ആ ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സീം അലവൻസിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ ഡൗൺവേർഡ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത വഴിയെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണോ നമ്മൾ അടയാളപ്പെടുത്തുന്ന ആ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്തു. ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച്, ആദ്യമായിട്ടാണ് 1/4 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല, 1/2 ഇഞ്ചാണ് നമ്മളിപ്പം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ഇഞ്ച് ഈ സൈഡിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലെവലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ആം ഹോളിൻ്റെ ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സീം അലവൻസ് മാർക്ക് ചെയ്യുന്നു. ഈ ബോട്ടം ഭാഗവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഇവിടെയും സീം അലവൻസ് എത്രയാണോ ആ ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമ്മുടെ നെക്ക് വിഡ്ത്തും നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇത്രയും ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് എങ്ങനെയാണോ ബാക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതേ അളവ് കൊടുക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ ഒരു സാധാരണ 6 ഇഞ്ച് മതി നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കിൻ്റെ ഡെപ്ത്ത്. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വിഡ്ത്ത് തന്നെ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ വന്ന് വേണം ഈ ഭാഗം ഇങ്ങനെ കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നല്ലൊരു നമ്മൾക്ക് റൗണ്ട് അവിടെ ലഭിക്കുകയുള്ളേ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെരിയാതെ നല്ല റൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്, നല്ലൊരു നെക്കിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇവിടോട്ട് ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷനിൽ ഒരല്പം വിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടക്ക് പോയിൻ്റാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബ്ലൗസ് എത്രയാണോ അത് നന്നായിട്ട് വലിച്ച് നമ്മൾ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടക്ക് പോയിൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ആ ബെൽറ്റ് ഭാഗം എത്രയാണെന്ന് അളന്ന് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ സീം അലവൻസ് കൂട്ടി ഈ പോയിന്റിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബെൽറ്റ് പോയിൻ്റ്
അവിടെ നമുക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വേണമെങ്കിൽ സീം അലവൻസ് കൂടുതൽ കൊടുക്കാവേ. എന്നിട്ട് ഈ ഭാഗം ദാ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ദാ ഈ ബ്ലൗസ് എടുത്ത് നമ്മുടെ കയ്യിലുള്ള ബ്ലൗസ് ഏതാണോ അതിൻ്റെ ദാ ഇവിടെ ഈ സ്റ്റിച്ചിങ് പോയിൻ്റ് കറക്റ്റ് ദാ ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണെന്ന് അത് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് സ്റ്റിച്ചിങ് വന്നിരിക്കുന്നതെന്ന്. ആ ഭാഗം ദാ ഇവിടെ നിന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് കൂടെ നമ്മൾ സീം അലവൻസ് കൊടുത്ത് ദാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ദാ ഈ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ആ ബെൽറ്റ് പോർഷൻ്റെ ഇപ്പുറത്തെ സൈഡിൽ എത്രയാണെന്ന് നോക്കുക. അത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് സീം അലവൻസും കൂട്ടി മാർക്ക് ചെയ്യുക. എന്നിട്ട് ദാ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണ്. ഏതളവാണോ നമ്മുടെ കയ്യിലുള്ള ആ അളവ് വെച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കാൽക്കുലേഷനും നമ്മളിവിടെ കൊടുക്കുന്നില്ലേ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാ ഈ ടക്ക് പോയിൻ്റ് ആണ്. അത് നല്ല വശം ദാ ഇങ്ങനെ എടുത്ത് എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ദാ നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് നമ്മൾ 2 വശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടി, അത് വരുമ്പം നമ്മളുടെ അളവ് കുറയാതിരിക്കാൻ വേണ്ടിയാണ്. കിട്ടുന്ന എത്രയാണോ അളവ്, ഇപ്പം 3 ഇഞ്ചാണ് കിട്ടിയെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ച് കൂട്ടി 3.5 കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ വടിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, 2 സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ കോർണർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അളവ് കുറയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ എടുത്തപ്പോൾ അത് 3 എന്നുള്ളത് 3.5 അത് 4 ആണെങ്കിൽ 4.5 ആക്കി കൊടുക്കുന്നത്. ഇനി ഈ ഭാഗത്തെ കറക്റ്റ് ദാ ഇവിടെ ഇങ്ങനെ സെൻറ്റർ നമ്മൾ കാണുക. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇവിടെയും ഒരു ടക്ക് വരുവേ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് നോക്കിയാണ് ആ ഭാഗം കറക്റ്റാക്കി കൊടുക്കുന്നത്. ഇതാ ഇവിടെയെല്ലാം നമ്മൾ 4 ഇഞ്ച് വീതം ഇങ്ങനെ ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മളിതാ ഇത് കണ്ടോ, നമ്മളുടെ ബാക്ക് പോർഷനുമായിട്ട് കറക്റ്റാണോ എന്ന് നോക്കുന്നു. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ലെങ്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, വിഡ്ത്തിലും ഒരല്പം, ബാക്കിയെല്ലാം ഏകദേശം സെയിമാണ്. പിന്നെ ടക്ക് ഇടുന്നതിലൊക്കെയാണ് വ്യത്യാസം. അപ്പം നമ്മൾ കാൽക്കുലേഷൻ പറഞ്ഞും കറക്റ്റായിട്ടുള്ള രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന രീതി ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സാരി ബ്ലൗസ് കയ്യിൽ കിട്ടിയാൽ അളവെടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലോത്തിനെ, ലൈനിങ് ക്ലോത്തിനെ തന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ ഇട്ടിരിക്കുകയാണ്. ഇനി ലെങ്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ സാരി ബ്ലൗസ് എടുത്തിട്ട്, നമ്മുടെ സാരി ബ്ലൗസിന് ലെങ്ത് കുറവാണ് അളവ് ബ്ലൗസിന്, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലെങ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലെങ്താണ് ഇതുപോലെ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ സാരി ബ്ലൗസ് എടുത്തതിന് ശേഷം ഇതാണ് വിഡ്ത്ത് ബ്ലൗസ്. സീം അലവൻസ് കൂട്ടാതെയാണ് അത് നമ്മളിതാ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി ലെങ്ത് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട എത്രയാണോ ആ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ആ ലെങ്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഇതുപോലെ നമ്മളിപ്പോൾ ഈ ഒരു ലെങ്തിലും വിഡ്ത്തിലും ഒക്കെയാണ് ക്ലോത്തിനെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആ സീം അലവൻസിന് കൊടുത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഇങ്ങനെ ആ ക്ലോസ് ആയ സൈഡ്, നമ്മുടെ ക്ലോത്തിൻ്റെയും ക്ലോസ് ആയ സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് സ്ലീവ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്കുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്, ഈ സാരി ബ്ലൗസ് മാത്രം കയ്യിലുള്ളവർക്ക്. എന്നിട്ട് ഇത് കണ്ടോ, ആ സ്റ്റിച്ചിങ് അവിടെ കറക്റ്റ് സ്റ്റിച്ചിങ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് അതിൻ്റെ മുന്നായിട്ട് കണ്ടോ നമുക്കിതിൻ്റെ ഡെപ്ത് ഒന്ന് നോക്കാം. ഒരു 3.5 കിട്ടുവേ. ഒരു സാധാരണ നമ്മളുടെ അളവിനൊരു 3.5 മതിയേ. അത് നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇനി അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പിടിച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ് എവിടെയാണോ അത് നോക്കി കറക്റ്റായിട്ട് കൊടുക്കുക. ആ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അതിൻ്റെ ഒരു സീം അലവൻസൂടെ കൂട്ടിയാണ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കേണ്ടത്. ഒരു അല്പം തയ്യൽ തുമ്പ് ഇടുന്ന രീതിയിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇത് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുവേ. ഇനി ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നമ്മൾ ധാരാളമായിട്ടുള്ള ഒരുപാട് സ്ലീവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇതിനെ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാലും മതി. ഇവിടെ നമ്മൾ പറയുന്ന മെത്തേഡ്
ഏതൊരളവിലുള്ള സാരി ബ്ലൗസ് ആയിക്കോട്ടെ, നോർമൽ സാരി ബ്ലൗസിനെ നമ്മൾ ലൈനിങ് വെച്ചാണ്. അപ്പോൾ ഇത് ലൈനിങ് വെച്ചോ ലൈനിങ് വെക്കാതെയോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നോർമൽ ഒരു സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് ഒരു സാരി ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ വരച്ച് കൊടുത്തത് അതേപോലെ ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ നമ്മൾ രണ്ടാക്കി ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ, നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ആദ്യമേ ആ ടക്കിൻ്റെ ഭാഗം വരച്ചു കൊടുത്തതേ ഉള്ളേ. അപ്പം ആ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മളുടെ മെയിൻ ഫാബ്രിക് ഇതേ സെയിം അളവിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സാരി ബ്ലൗസിനായിട്ട് എന്തെല്ലാം പോർഷനാണ് വേണ്ടതെന്നുള്ളതാണ്. നമ്മളിതാ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്രോസ് സ്ട്രിപ്പ് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ക്രോസ് സ്ട്രിപ്പ് ചെയ്യുന്നത്. നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് 1 ഇഞ്ച് വിഡ്ത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഹുക്ക് വെക്കാനായിട്ടാണ്. അത് 1.5 ഇഞ്ച് വിഡ്ത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് പോർഷനിൽ നമുക്ക് സ്ട്രിപ്പ് വെക്കാനായിട്ട് അപ്പം നമ്മളൊരു 2 ഇഞ്ച് വിഡ്ത്താണ് ഈ പീസിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 3 ഇഞ്ച് വിഡ്ത്തിൻ്റെ ഒരു സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഹോള് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. ഇനി നമ്മളുടെ ബെൽറ്റ് പോർഷന് അത് നമുക്ക് പിന്നെ കാണിക്കാവേ. ഇനി ഇത് കണ്ടോ, ഫ്രണ്ട് പോർഷന് ഇതുപോലെ ലൈനിങ്ങിന് അതേ സെയിം അളവിൽ നമ്മളുടെ മെയിൻ ക്ലോത്തിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിനുള്ളതും ബാക്ക് പോർഷനുമാണ് ഇതുപോലെയുള്ളത്. സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഇടാവേ. ഇനി ബെൽറ്റ് പോർഷൻ ഇതുപോലെ 2 പീസാണ് ലൈനിങ്ങിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഓരോ ബെൽറ്റിനും മെയിൻ പോർഷൻ നമുക്ക് ഇതുപോലെ 2 പീസ് വെച്ച് വേണേ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെയാണ് ബെൽറ്റ് പോർഷൻ നമ്മൾ എടുക്കുന്നത്. ഇതുപോലെയാണ് എടുക്കുന്നത്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാം. അതുപോലെ തന്നെ ബെൽറ്റ് പോർഷനൊക്കെ നമുക്ക് ക്ലോത്ത് തികഞ്ഞില്ലെങ്കിൽ വേറെ ക്ലോത്തിൽ നിന്നൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെത്തേഡ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് മെത്തേഡല്ല. സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് ഒരു പഴയ ക്ലോത്തിലൊക്കെ ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാവുന്നുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. തീർത്തും ബിഗിനേഴ്സിനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സാരി ബ്ലൗസ് ഏത് മെത്തേഡ് ആയിക്കോട്ടെ, നമ്മൾ ഫോർമുല ഉപയോഗിച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും സാരി ബ്ലൗസ് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഒരിക്കലും ശരിയാകുന്നതല്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മാത്രം ശരിയാകുന്നതാണ് സാരി ബ്ലൗസ്. അതുകൊണ്ട് ഇത് തീർത്തും ബിഗിനേഴ്സിന്, അതായത് സ്റ്റിച്ചിങ് മാത്രം അറിയാം, മെഷീൻ സ്വന്തമായിട്ടുണ്ട്, സ്റ്റിച്ചിങ് മാത്രം അറിയാം, അതിലൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം അറിയാവുന്നവർക്ക് നമ്മളുടെ ഒരു പഴയ ബ്ലൗസ്, അതേത് അളവിലുള്ള ബ്ലൗസ് ആയിക്കോട്ടെ, ആ ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ്, ആ ഒരു മെത്തേഡിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് മാത്രമേ ഇതിനുള്ളൂ. ഇതൊരു പ്രൊഫഷണൽ രീതിയിലോ അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ചോ ഒന്നും പെർഫെക്റ്റ് മെത്തേഡോ ഒന്നുമല്ല. പക്ഷെങ്കിൽ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഏകദേശമൊക്കെ ഇത് കറക്റ്റായിട്ട് വരും. പിന്നെ അത് നമ്മൾ സ്വയമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് നമ്മൾ കറക്റ്റാക്കി എടുക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള ഒരു മെത്തേഡ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ കണ്ടിട്ട് പ്രൊഫഷണൽ ആണെന്നോ അല്ലെങ്കിൽ പെർഫെക്റ്റ് മെത്തേഡോ അല്ല എന്നൊന്നും പറയരുത്. ഇത് തീർത്തും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഒന്ന് തയ്യൽ മെഷീനെ അടിക്കാൻ മാത്രം അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ള വീഡിയോ ഇത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന ബ്ലൗസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. താങ്ക് യു ഫോർ വാച്ചിങ്.